വാഹന ഫിറ്റ്നസിൽ വൻ മാറ്റം. ഇനി ഓഫീസ് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. ഫിറ്റ്നസ് ടെസ്റ്റിന് സൗകര്യപ്രദമായ ഓഫീസ് തിരഞ്ഞെടുക്കാൻ വാഹന ഉടമകൾക്ക് സർക്കാർ അനുമതി. ടാക്സി ടിപ്പർ മേഖലയിലെ വിവിധ സംഘടനകളുമായി മന്ത്രി സി.പി. ജോൺ നടത്തിയ ചർച്ചയിലാണ് ധാരണ. ഏറെക്കാലമായി വാഹന മേഖലയിൽ നിന്നുയരുന്ന ആവശ്യമാണ് സർക്കാർ അംഗീകരിച്ചത്. സതുദ്ദേശത്തോടെയാണ് സർക്കാർ ഈ ആവശ്യം അംഗീകരിച്ചതെങ്കിലും ഇടനിലക്കാരും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് കൈക്കൂലിക്കുള്ള അവസരമായി ഇത് മാറാൻ സാധ്യതയുണ്ട്. നേരത്തെ പല മന്ത്രിസഭയുടെ കാലത്തും ഈ ആവശ്യം ചർച്ചയിൽ എത്തിയെങ്കിലും ക്രമക്കേടിന് സാധ്യതയുള്ളതിനാൽ തള്ളിക്കളയുകയായിരുന്നു. വാഹനം പരിശോധിക്കാതെ ഫിറ്റ്നസ് നൽകുന്ന ഉദ്യോഗസ്ഥർ മോട്ടോർ വാഹന വകുപ്പിലുണ്ട്. ഇവർ ജോലി ചെയ്യുന്നിടത്തേക്ക് ഫിറ്റ്നസ് ടെസ്റ്റിന് കൂടുതൽ വാഹനങ്ങൾ എത്തും. അടുത്തിടെ കൊല്ലം RT ഓഫീസിൽ വന്ന വിജിലൻസ് പരിശോധനയിൽ 512 വാഹനങ്ങളുടെ ഫിറ്റ്നസ് നൽകിയതിൽ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. മറ്റ് ഓഫീസുകളിൽ പരിശോധിക്കേണ്ട വാഹനങ്ങളാണ് കൊല്ലത്ത് എത്തിയത്. മേലുദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ ചില ഇൻസ്പെക്ടർമാർ ഇവയിൽ ഫിറ്റ്നസ് നൽകി. വടക്കൻ ജില്ലകളിൽ നിന്നുള്ള ബസ്സുകൾ വരെ കൊല്ലത്ത് ഫിറ്റ്നസിനായി എത്തിയത് ദുരൂഹതയുണർത്തി. ക്രമക്കേട് കാണിച്ച അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ സസ്പെൻഷനിലാണ്. ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ അറ്റകുറ്റപ്പണി തീർത്ത് പെയിന്റിംഗ് അടിച്ച് ഫിറ്റ്നസ് യോഗ്യമാക്കാൻ കുറഞ്ഞത് 1.5 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. കൈക്കൂലി വാങ്ങി ഫിറ്റ്നസ് നൽകുന്ന ഉദ്യോഗസ്ഥർ ഉള്ളപ്പോൾ കാശ് മുടക്കി വാഹനം പണിയുന്നതിനേക്കാൾ ലാഭം അവർ ജോലി ചെയ്യുന്നിടത്തേക്ക് എത്തിക്കുന്നതാണ്. കർശന പരിശോധനയുള്ള ഓഫീസ് ഒഴിവാക്കാനും ഈ സൗകര്യം ദുരുപയോഗം ചെയ്യാനിടയുണ്ട്. കൈക്കൂലിക്ക് വഴങ്ങാത്ത ഉദ്യോഗസ്ഥർ വാഹനം കൃത്യമായി പരിശോധിക്കാൻ തയ്യാറാകും. ഇത്തരക്കാരുടെ ഓഫീസുകൾ ഒഴിവാക്കാൻ പുതിയ സംവിധാനം സഹായിക്കും. ചില ജോയിന്റ് RTOമാർ സൂപ്പർ ചെക്കിങ്ങിന് ഫിറ്റ്നസ് ഗ്രൗണ്ടിൽ എത്താറുണ്ട്. ഇതും ഓഫീസ് മാറാൻ പ്രേരിപ്പിക്കുന്നുണ്ട്.